കുറേ കാലം എനിക്ക് തോന്നുന്നു ദേവരാജ മാഷിൻ്റെ കീഴിലായിരുന്നു അല്ലേ? എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് ദേവരാജ മാഷിൻ്റെ കൂടെ സംഗീതം അഭ്യസിക്കുക എന്ന് പറയുന്നത് തന്നെ അല്ലേ? കാരണം അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യാത്ത ഒരാളും ഉണ്ടാവില്ല അല്ലേ? എങ്ങനെയായിരുന്നു ആ കാലഘട്ടം? എന്നെ സംബന്ധിച്ച് എന്താ പറയണ്ടേ, ദൈവത്തിനെ നേരിട്ട് ഞാൻ കണ്ട ആ നിമിഷങ്ങളാണ് ആ സമയത്ത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിനെ ഞാൻ കാണാൻ പോയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മരവിപ്പിലാണ് ഞാൻ പോകുന്നത്. കാരണം എനിക്കറിഞ്ഞൂടെ എന്ത് പറഞ്ഞു. കാരണം കേട്ടത് മുഴുവൻ ചേച്ചി പറഞ്ഞ പോലെയാണ്, ചീത്ത വിളിക്കുന്നതും വളരെ കർക്കശമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ഇതേപോലെ ഒരു സന്ധ്യയ്ക്ക് ഞാൻ കരമന സാറ് താമസിക്കുന്ന വീട്ടിൽ പോകുന്നു, ചെല്ലുന്നു. അപ്പോൾ മധുചന്ദ്രികയുടെ ചായത്തലകി ആ പാട്ടാണ് ഞാൻ പാടുന്നത് ആദ്യമായിട്ട്. അതൊരു പല്ലവി പാടി ഇപ്പോൾ മാഷിങ്ങനെ കിടക്കുകയാണ്. അനുപല്ലവി പാടാൻ നേരത്ത് ഇങ്ങനെ കാണിച്ചു. ഞാൻ വെച്ചാ ചീട്ട് പതുക്കെ കീറി തുടങ്ങി, ഇനി എപ്പോൾ കീറി വെളി ഇറങ്ങും എന്നുള്ള അറിയില്ല. അപ്പോൾ എന്നിട്ട് വീണ്ടും ഇങ്ങനെ കണ്ണടച്ചെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും പാട്ട് അറിയാമോ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വേറെ ഇന്ദ്രവല്ലരി പൂച്ചൂടി അത് പാടിക്കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ പല്ലവി അനുപല്ലവി എന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടേ വിളിക്കാം പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ ഇറങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ ഒരു പ്രകാശ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, എന്നെ നമ്മൾ ഹോളിഞ്ചൽസിലാണ് ഞാൻ പഠിച്ചിരുന്നത് ഞാൻ. അപ്പോൾ അന്ന് തന്നെ അന്ന് നമ്മുടെ പാരൻസ് ഡേക്ക് കീബോർഡൊക്കെ വായിക്കാൻ വന്നിരുന്ന ചേട്ടൻ, ആ ചേട്ടനാണ് എന്നെ മാഷിൻ്റെ അടുത്ത് പരിചയപ്പെടുന്നത്. അതും ഇതേപോലെ തന്നെ ഒരു 2 ആഴ്ച എന്തോ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് വിളി വന്നിട്ട്, പ്രകാശൻ്റെ വിളി വന്നിട്ട് പറഞ്ഞു, അതിന്നെ മാഷ് വിളിക്കുന്ന ചെല്ല് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിന്? ചെല്ല് വാ നീ കോളേജ് കഴിഞ്ഞിട്ട് വൈകുന്നേരം വാന്ന് പറഞ്ഞു. ചെല്ലുന്നു. അപ്പോഴേ മാഷ് ഈ പറഞ്ഞ പോലെ പഠിത്തത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ അപ്പോഴേ പറഞ്ഞു വരുമായിരുന്നു. എൻ്റെ പഠിത്തം വിടരുത്, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഇറങ്ങുക. അപ്പോഴും കോളേജ് കഴിഞ്ഞിട്ട് ക്ലാസ് ഒന്നും കട്ട് ചെയ്ത് വരണ്ട, കോളേജ് കഴിഞ്ഞിട്ട് നീ വൈകുന്നേരം വന്നാൽ മതി, ആ ഒരു രീതിയാണ്. പെട്ടെന്ന് അന്ന് ഇതേപോലെ ചെന്നപ്പോൾ പറഞ്ഞാൽ ഞാനൊരു വയലാർ ദേവരാജൻ നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ഥിരം ഇവിടെ നടത്തും. അപ്പോൾ അത് മാഷ് ജീവിച്ചിരുന്നപ്പോൾ മാഷാണ് നടത്തിക്കൊണ്ടിരുന്നത്. പറഞ്ഞ് ഞാനിങ്ങനൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഒരു 4-5 പാട്ട് നീ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചത് ആരെ ഈ പറയുന്നത്, എനിക്ക് ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു. വന്നപ്പോൾ അതായത് എന്താ പറയണ്ടേ, മാഷ് ചെയ്ത പാട്ടുകൾ മാഷിൻ്റെ കൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ജൂനിയറായിട്ടുള്ള എന്നെ നേരിട്ട് പഠിപ്പിക്കുക. അപ്പോൾ പല പാട്ടുകളും വ്യത്യാസമുണ്ട്. കാസറ്റ് ഇട്ട് നമ്മുടെ അടുത്ത് അവിടെ നിറയെ മാഷിൻ്റെ പാട്ടുകളുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ് ഇഷ്ടമുള്ള പാട്ടുകൾ 4-5 നീ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു 7 സെലക്ട് ചെയ്ത് എല്ലാ പാട്ടുകളും അവിടെ നിന്ന് ഹെഡ്ഫോൺ വെച്ച് കേട്ട് 7 പാട്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പറയും. അപ്പോൾ മാഷാണ് എനിക്ക് ലവ് സോങ്സ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സോങ്സ് എൻ്റെ സൗണ്ടിന് വഴങ്ങും എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരുന്നത്. മാഷ് കാരണം എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത പാട്ടുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മാഷ് ആദ്യം എന്നെ കൊണ്ട് എനിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന മാഷ് പാട്ട് സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം. ആ പാട്ടാണ് മാഷ് ആദ്യം എനിക്ക് വേണ്ടി പറഞ്ഞത്. അപ്പോൾ ആ കാസറ്റിലുള്ളതിനെക്കാട്ടിലും വ്യത്യാസമുണ്ട് മാഷ് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ ഒരു 3-3.5 വർഷം ഇങ്ങനെ നീണ്ടു നിന്നു. അതിലൊരു ഒരു വൻ സംഭവം നടന്നു. അത് ഇതേപോലെ മാഷ് ആദ്യമായിട്ട് ഈ പ്രോഗ്രാം നടത്തുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ കറക്റ്റായിട്ട് എത്തുന്ന ഒരാളായിരുന്നു. പങ്ക്ച്വാലിറ്റി കറക്റ്റ്. ഫൈനൽ റിഹേഴ്സലിൻ്റെ അന്ന് ഞാൻ ലേറ്റായി ചേച്ചി. ലേറ്റായെന്ന് പറഞ്ഞാൽ ഒരു 1/2-3 മണിക്കൂർ ലേറ്റായി. അപ്പോൾ അതായത് ഇങ്ങനെ ഫുൾ ഓർക്കസ്ട്രയൊക്കെ വെച്ച് പ്രാക്ടീസൊക്കെ അങ്ങ് തുടങ്ങി. അപ്പോൾ മാഷെന്ന് പറഞ്ഞാൽ വരച്ച് വെച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങണം. ആദ്യത്തെ ഒരു 5 പാട്ട് ഒരാൾ പാടിക്കഴിഞ്ഞാൽ അടുത്ത ആൾ നമ്പർ 2 വിധു പ്രതാപ് എഴുതി കഴിഞ്ഞാൽ ആ 5 പാട്ട് കഴിഞ്ഞ് ഇങ്ങനെ നോക്കും. ആ സമയത്ത് നമ്മളവിടെ ഡോറിൽ ഇല്ലെങ്കിൽ അപ്പം ചീത്തയാണ്. ഞാൻ ഇതേപോലെ തന്നെ ലേറ്റായിപ്പോയി. അപ്പോൾ എൻ്റെ കഴിഞ്ഞ് സ്കിപ്പായി അടുത്ത ആളുടെ 2-ാമത്തെ 3-ാമത്തെ പാട്ടായിരുന്നപ്പോഴാണ് ഞാൻ എത്തുന്നത്. പിന്നെ പൊതുവേ നമുക്ക് നാണമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തലയുറഞ്ഞ് ഇങ്ങനെ തന്നെ നിന്ന്. അപ്പോൾ നല്ല 10 ചീത്ത ഓർക്കസ്ട്രക്കാരുടെ മുമ്പിൽ വെച്ച് നീ എന്തോ പറയാൻ പോകുന്നത്, എൻ്റെ അടുത്ത് റോഡ് ബ്ലോക്ക് എന്നല്ലേ പറയാൻ പോകുന്നത്, നീ അവിടെ നിന്ന് ഇറങ്ങി നടന്നാൽ മതിയായിരുന്നല്ലോ, നിനക്ക് ഇപ്പോൾ ഇവിടെ എത്തുമായിരുന്നല്ലോ എന്ന് ചീത്ത. പിന്നെ ഇറങ്ങിപ്പോയിക്കോളൂ, ഇനി മേലെ എൻ്റെ കൺമുമ്പ് നീ എൻ്റെ വീട്ടിനകത്ത് കയറിപ്പോരെന്നൊക്കെ പറഞ്ഞ് എന്നെ വെളിയിലാക്കി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളവിടെ ഇങ്ങനെ തലയുറഞ്ഞ് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് മാഷിങ്ങനെ നോക്കുമ്പോൾ മാത്രം അങ്ങനെ നിൽക്കും. ഞാൻ നിന്നു, ബാക്കിയുള്ളവർ എനിക്ക് ഈ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് പാട്ടെങ്കിലും കേൾക്കാമല്ലോ ബാക്കിയുള്ളവർ പാടുന്നത്. അതെ, അതിങ്ങനെ ഞാനപ്പോൾ ഇങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് മാഷ് നോക്കുമ്പോൾ മാത്രം പെട്ടെന്ന് ഞാനിങ്ങനെ നിൽക്കും. വീണ്ടും ഞാൻ പാട്ട് കേൾക്കാറുണ്ട്. അതെ. അങ്ങനെ എല്ലാവരുടെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ മാഷ് നോക്കി ഇങ്ങനെ വിളിച്ച് ഒരു വിരൽ വെച്ച് വിളിച്ച് ഇങ്ങനെ അങ്ങനെ വന്നിട്ട് ഞാൻ കയറിയിരിക്കും, ഇനി മേലാൽ
ഈ ദേവരാജൻ്റെ വീട്ടിൽ ഇത് നടക്കൂല, മര്യാദയ്ക്ക് വന്നുകൊണ്ടെന്ന്. പക്ഷെ പിന്നീടൊന്നുമില്ല കേട്ടോ, ഇതേപോലെ തന്നെയാണ്. നമ്മൾ പല പ്രാവശ്യം മാഷും ഞാനുമായിട്ട് പിണങ്ങിയിട്ടുണ്ട്. ഞാൻ ഒന്നും പറയൂല പിണങ്ങാതെ, പക്ഷെ ചീത്ത പറയുമ്പോൾ നമ്മൾ വിഷമത്തിൽ പോവുമെങ്കിലും 2 ദിവസം കഴിയുമ്പോൾ മാഷ് എന്നെ വീട്ടിൽ വിളിച്ചിട്ട് അവനില്ലേ അവൻ്റെ അടുത്തുനിന്ന് വരാൻ പറയൂ. അപ്പോൾ ആ ഒരു സ്നേഹബന്ധം ഭയങ്കരമായിരുന്നു. എനിക്ക് മാഷ് ഇപ്പോഴും എന്താ പറയുക, അതുവഴി പോകുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകൾ തരുന്നൊരു വീടാണത്. കരമന 6ന്റെ സൈഡിലായിട്ടൊരു ഒരു അപ്സ്റ്റേഴ്സിലായിരുന്നു. പറയാറുണ്ട് അവിടെയാണ് അതുവഴിയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകും. അത് ഒരുപാട് നല്ല ഇതാണ്. കാരണം ചില സമയങ്ങളിലൊക്കെ നല്ല മഴയായിരിക്കും. ഈ സമയത്ത് മാഷിൻ്റെ ഈ പാട്ടുകൾ ഇങ്ങനെ ചില ദിവസങ്ങളൊക്കെ മാഷ് പഠിപ്പിക്കില്ല, വയ്യാതൊക്കെ ആകുമ്പോൾ പഠിപ്പിച്ചില്ലെങ്കിലും മാഷിൻ്റെ ഒരുപാട് പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇളയരാജ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു അല്ലേ? അത് ഇതുപോലെ മറ്റൊരു സിംഹമല്ലേ? അതെ, പിന്നെ അതും ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിലെല്ലാം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നിരുന്നതാണ്. അത് ഇതേപോലെ തന്നെ നമ്മുടെ ദുബായിലുള്ള ഒരു മോഹൻ അങ്കിൾ എന്ന് പറഞ്ഞ അങ്കിള് വഴിയാണ് നമ്മൾ വിനു ചക്രവർത്തി സാറുണ്ടല്ലോ, ഗൗണ്ടർ, പിന്നെ വിനു ചക്രവർത്തി സാറാണ് എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് രാജ സാറിൻ്റെ കൂടെ. അത് വളരെ പെട്ടെന്ന് സംഭവിച്ചതാണ്. ചെന്നു കണ്ടു. അപ്പോൾ രാജ സാർ ഇതേപോലെ എന്തോ ഒരു ഇതിൻ്റെ കമ്പോസിങ്ങിന് നിൽക്കുന്നു, തിരക്കിട്ട് സാറ് പറഞ്ഞു ഏതാവതൊരു അപ്പോൾ വിനോദ് ചക്രവർത്തി സാറ് പറഞ്ഞു ഇല്ല ഒരു കീർത്തനം പാടട്ടുമോ സാർ എനിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ താഴെ ഇരിക്കാൻ പോയപ്പോൾ ഇല്ല ഏതാവതൊരു സോങ് പാടട്ടു എന്ന് പറഞ്ഞു. ഞാനൊരു ഇത് എനിക്ക് ലളിതഗാനത്തിന് ഫസ്റ്റ് കിട്ടിയ ഒരു മലയാളം. ഇത് ഞാൻ പാടിക്കഴിഞ്ഞ് 3ാമത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേരൻ സാറിൻ്റെ സൊല്ലമറന്ത കഥ എന്ന് പറഞ്ഞിട്ട് സിനിമ, അതിൽ ഒരു പാട്ടുണ്ടെന്ന് പറഞ്ഞു. വീട്ടിൽ പാട്ടുമായിട്ട് ബന്ധമുള്ളത് ആർക്കാ? വീട്ടിലെ അമ്മയും അച്ഛനും ഒക്കെ തരക്കേടില്ലാതെ പാടുന്നവരാണ്. ചേച്ചി നന്നായിട്ട് പാടും. ചേച്ചി നന്നായിട്ട് 2 മക്കളാ? 2 മക്കൾ. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി നന്നായിട്ട് പാടും. ചേച്ചി യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ പോയിരുന്നൊരു ആളാണ്. പക്ഷേ ഭയങ്കര സ്റ്റേജ് ഫിയർ ആണ് ചേച്ചിക്ക്. കോമ്പറ്റീഷനെ തലേദിവസമൊക്കെ ഉറങ്ങാതൊക്കെ ഇരിക്കുക, അല്ലെങ്കിൽ ടെൻഷൻ, പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ ടെൻഷൻ, അന്ന് വൈകുന്നേരമൊക്കെയാണ് കോമ്പറ്റീഷനെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ചേച്ചിക്ക്. അപ്പോൾ പണ്ടേ സ്റ്റേജ് ഫിയർ ഇല്ല അല്ലേ? സ്റ്റേജ് ഫിയർ അങ്ങനെ എന്തോ എനിക്കത് തോന്നിയിട്ടില്ല. അങ്ങനെ എന്താണെന്നുള്ളത് അറിയില്ല. അങ്ങനെ സ്റ്റേജ് ഫിയർ തോന്നിയിട്ടുണ്ട്? അയ്യോ, സ്റ്റേജ് ഫിയർ എന്നല്ല ചേച്ചി, ചിലപ്പോഴൊക്കെ ചില സമയത്ത് നമുക്ക് നോർമലി ഒരു ആർട്ടിസ്റ്റ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു സ്റ്റേജ് ഷോ വരുമ്പോൾ ചേച്ചിക്ക് തന്നെ അറിയാം എന്തൊക്കെ തടസ്സങ്ങൾ ഇടയ്ക്ക് വരാം. നമ്മൾ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു നല്ല മഴ പെയ്താൽ മതി. ഒരു ഓപ്പൺ എയർ പ്രോഗ്രാം ആണെങ്കിൽ ഒരു നല്ല മഴ പെയ്താൽ മതി, നമുക്ക് ടെൻഷനാണ്. പക്ഷേ ഇത് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഞാൻ ഇങ്ങനെ എനിക്കൊരു പകുതി കോൺഫിഡൻസ് ഇതിൻ്റെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിലപ്പോൾ ഞാൻ ആലോചിച്ചു പോകും. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുന്ന സമയത്ത് ശരിയാവും നോക്കിക്കോ, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാവും. അതൊരു വലിയ ക്വാളിറ്റി. ഞാനിങ്ങനെ നമുക്ക് ടെൻഷൻ അടിച്ച് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. വിഷന്റെ കൊളീഗ്സ് ഉള്ളവർ ഒന്നിച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പെൺകുട്ടികൾ അവരെന്നെ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയണേ. ഇത്രയും സ്റ്റേജ് ചെയ്തിട്ട് എന്തോ ഇത്ര ടെൻഷൻ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ ഇല്ല, ടെൻഷൻ ഉണ്ട്. ഫസ്റ്റ് സോങ് കയറുന്നത് നമുക്ക് ടെൻഷൻ. അത് വിഷന്റെ കൂടെ പാടുന്ന ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞൊക്കെ ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ പ്രാർത്ഥിക്കണേ ഒന്ന് അവിടെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചോ പറഞ്ഞിട്ടേ കയറുള്ളൂ. ഞാൻ വിചാരിക്കും എത്ര 1000 സ്റ്റേജ് കഴിഞ്ഞതാണ്. അല്ല, എനിക്കൊന്ന് പാട്ടുകാരെ സംബന്ധിച്ച് ആ 5 മിനിറ്റ് എന്ന് പറയുന്നത് അത് ദൈവം താഴെ ഇറങ്ങി വരണം നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ, അല്ലേ?